വെൽക്കം ബാക്ക്. ഡോക്ടർ വിനോദ്, ഇപ്പോൾ ഈ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ക്വിക്ക് സ്ലിം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. എന്താണ് ആ കൺസെപ്റ്റ് എന്ന് പറയാമോ? ക്വിക്ക് സ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്ത എല്ലാത്തിൻ്റെയും കൂടെ ഒരു മൊത്തത്തുക. ഇപ്പം ഞാനിങ്ങനെ വണ്ണം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഒരിടത്തും ആരും പോകാൻ സമ്മതിക്കത്തില്ല. എവിടെ ചെന്നാലും ആൾ തടഞ്ഞു നിർത്തി ഇതെങ്ങനെയാണ് അവർക്ക് കുറഞ്ഞതെന്ന് അറിയണം, അവർക്കും ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്തതിനെ കുറച്ചും കൂടെ ലഘൂകരിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയെടുത്ത ഒരു കോൺസെപ്റ്റാണ് ഈ ക്വിക്ക് സ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ പറഞ്ഞു ഈ മനസ്സിൻ്റെ നിയന്ത്രണം. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളെപ്പറ്റി ഉപയോഗിക്കും. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രധാന സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൈൻഡ് കൺട്രോൾ, ടോട്ടൽ ഡിസിപ്ലിൻ. അതായത് നമുക്ക് നമ്മുടെ ദിനചര്യകളിലുള്ള ടോട്ടൽ ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ടോട്ടലായിട്ടുള്ളൊരു മൈൻഡ് കൺട്രോൾ. ഇത് രണ്ടുമാണ് ഒരു പക്ഷേ ഈ ക്വിക്ക് സ്ലിമിൻ്റെ ഒരു ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത്. അത് രണ്ടുമാണ്. എന്താണ് ഇതിൻ്റെ റിലവൻസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് 5 സെൻസ് ഉണ്ട്: കാണുക, അല്ലെങ്കിൽ സ്മെല്ല്, കേൾക്കുക, കാണുക, ടേസ്റ്റ്, ടച്ച്. ഇതിൻ്റെ കൂടെ ഒരു സെൻസേഷനും കൂടെ നമുക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. ഒന്ന് ഹങ്കർ, അതായത് വിശപ്പെന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൻസേഷൻ തന്നെയാണ്. അത് പുറത്തോട്ടല്ല ഇരിക്കുന്നത്, അകത്തോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. 5 എണ്ണത്തിൻ്റെ കൂടെ എൻ്റെ സങ്കല്പത്തിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം നമുക്ക് കാണേണ്ടത് മാത്രം, മെഡിറ്റേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് കാണേണ്ടത് മാത്രം കാണുക, കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, സ്മെല്ല് ചെയ്യേണ്ടത് മാത്രം സ്മെല്ല് ചെയ്യുക, ടേസ്റ്റ് ചെയ്യേണ്ടത് മാത്രം ടേസ്റ്റ് ചെയ്യുക, ടച്ച് ചെയ്യേണ്ടത് മാത്രം ടച്ച് ചെയ്യുക. അതിൻ്റെ കൂടെ ഞാൻ ഒരെണ്ണം കൂടെ കൂട്ടി. അതാണ് ഞാൻ അതെ, ഹങ്കർ എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. ഞാൻ 2-3 സിമ്പിൾ എക്സാമ്പിൾ പറയും മനസ്സിലാവും. നമ്മൾ വളരെ ഉള്ളൊരു ദിവസം, നമ്മൾ ഒന്നും അറിയുന്നില്ല, ഓഫീസിൽ വലിയ തിരക്കാണ്, നമ്മൾ 2 മണി ആയാലും നമ്മൾ വിശന്ന കാര്യം നമ്മൾ അറിയില്ല. ശരിയല്ലേ? നേരെ മറിച്ച് വെറുതെ ഇരിക്കുകയാണ്, ഒരു ബോറിനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് പറയണു. നമുക്ക് 11 മണിയാകുമ്പോഴേ വിശക്കും. അല്ലെങ്കിൽ സൺഡേ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ്, നമുക്ക് 11 മണിയാകുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് വിശക്കും. TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ വിശക്കും. ഇതൊന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് വിശപ്പ് നമ്മൾ അറിയണം എന്നുള്ളതാണ് ഒന്ന്. 2, ഒരു പക്ഷേ ഇപ്പോൾ ബെരിയാട്രിക് സർജറി പിന്നെ നമ്മൾ ധാരാളം പറയും, വലിയൊരു സർജറിയാണ്. സർജറിയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു സ്റ്റൊമക്കിൻ്റെ മേജർ പാർട്ട് കട്ട് ചെയ്ത് കളയാണ്. പിന്നെ ആ സ്റ്റൊമക്കിനകത്ത് 70 ml കൊള്ളുള്ളൂ. അവൻ വേണമെന്ന് ചോദിച്ചാൽ അവന് കഴിക്കാൻ സ്ഥലമില്ല. സ്റ്റൊമക്ക് ചുരുങ്ങത്തില്ല എന്നൊരു സങ്കല്പമാണ് പൊതുവെ മെഡിക്കൽ സയൻസിനുള്ളത്. പക്ഷെ ഞാൻ ആധികാരികമായിട്ട് ഇപ്പോൾ പറയുന്നു, എൻ്റെയും ഞാൻ ഈ പറഞ്ഞ അനുസരിച്ച് ചെയ്തിട്ടുള്ളവരുടെയും കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ ഭക്ഷണം ഒരു സ്ട്രാറ്റജിക്കലായിട്ട് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തന്ത്രപൂർവ്വം നമ്മൾ കഴിക്കുകയാണെങ്കിൽ, നമുക്ക് സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി ചുരുക്കിയെടുക്കാൻ പറ്റും. ചുരുക്കിയെടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള മതി എന്നുള്ള ഫീലിംഗ് കിട്ടും. ഇതാണ് ഈ ഒരുപക്ഷെ ക്വിക്ക് സ്ലിമിൻ്റെ തന്ത്രം. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇതൊരു ചെറിയ പ്രോസസ്സിൽ കൂടെ മെഡിറ്റേഷൻ്റെയും പിന്നെ വിഷ്വലൈസേഷൻ എന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. നമുക്കറിയാം, ചൈനയിലും റഷ്യയിലും അല്ലെങ്കിൽ വലിയ സ്പോർട്സ് താരങ്ങൾ അവർ വിജയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്, അതായത് നമ്മുടെ അബോധാവസ്ഥയ്ക്ക് ഒറിജിനലും റിയാലിറ്റിയും അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്നതും നമ്മൾ സങ്കല്പിക്കുന്നതും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ഈ സ്പോർട്സിൽ യൂസ് ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി വിക്ടറി സ്റ്റാൻഡിൽ നമ്പർ 1 പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതായിട്ട് അവർ സിൻസിയറായിട്ട് വിശ്വസിക്കും, ഇമാജിൻ ചെയ്യും, സങ്കല്പിക്കും. അത് പല പ്രാവശ്യം അവരുടെ ജീവിതത്തിൽ അവരവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിയതായിട്ട് സങ്കല്പിക്കപ്പെടും. ഇതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ മെഡിറ്റേഷൻ്റെ പ്രോസസ്സിൽ കൂടെ ഇവരെ ഇതിൽ കൊണ്ടുപോകും. അവർ ഈ പറഞ്ഞ അവസ്ഥയിൽ അവരെത്തിക്കും. ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കൽ അവർക്ക് ആ ഹോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, എന്നെക്കൊണ്ടിത് സാധിക്കും എന്നുള്ള ഇതിനൊരു വലിയ കോൺസെപ്റ്റ് ഉണ്ട്. ഇഫ് യുവർ മൈൻഡ് ക്യാൻ കൺസീവ് ഇറ്റ്, നിങ്ങളുടെ മനസ്സിന് സങ്കല്പിക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ യുവർ ഹാർട്ട് ക്യാൻ ബിലീവ് ഇറ്റ്, യു ക്യാൻ അച്ചീവ് ഇറ്റ്. അതൊരു വലിയ സങ്കല്പമാണ്. അതായത് നിങ്ങളുടെ മനസ്സിന് അത് സങ്കല്പിക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ ഹൃദയത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോകത്ത് എന്ത് കാര്യവും സാധിക്കാമെന്നുള്ളത് ഒരു മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം മുമ്പ് 20 ഇഡ്ഡലി തിന്നാൻ ആരും പറഞ്ഞു, ഇടയ്ക്ക് പറഞ്ഞപ്പോൾ 7 ദോശ തിന്നാരും പറഞ്ഞു. അപ്പം ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഈ ദോശ ഇഡ്ഡലിയൊക്കെ. അപ്പോൾ ഈ 6ഉം 7ഉം ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഇത് 46ാമത്തെ വയസ്സിൽ 6-7 ദോശ കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതിന് മുമ്പ് 20 ഇഡ്ഡലി കഴിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഈ ആഹാരം ഇങ്ങനെ കുറച്ച് ഡ്രാസ്റ്റിക്കലി വെയിറ്റും കുറയ്ക്കുകയും ആഹാരം കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഒന്ന്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ആദ്യം ഒരു വിശപ്പിനെ നിയന്ത്രിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമുക്ക് ഈ സാധനം കാണുമ്പോൾ കഴിക്കണമെന്നുള്ള തോന്നൽ, ഇതൊഴിച്ച് ബാക്കിയെല്ലാം പ്ലസ് ആണ് മാത്രമാണ്. ഒന്ന്, നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ എന്താ ചെയ്യണം? ബോഡി നമ്മുടെ ദേഹത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ എനർജിയാക്കി മാറ്റി ഉപയോഗിക്കുകയാണ്. അതിന് നമ്മളോട് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളത് പുറത്തുനിന്ന് കൊടുത്തില്ലെങ്കിൽ അവൻ സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കെട്ടിവെച്ചിരിക്കുന്ന ഫാറ്റിനെ ഓരോ ഭാഗത്തായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ഫാറ്റിനെ മുഴുവൻ വലിച്ചെടുത്ത് അത് ഉപയോഗിച്ച് തുടങ്ങും.
ഇനി ഉപയോഗിച്ച് ഞാൻ എൻ്റെ താല്പര്യമുള്ള വെയിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അതാണ് എൻ്റെ അടുത്ത സ്ട്രാറ്റജി. ഞാൻ ഇപ്പോഴും ഞാൻ ഉദ്ദേശിച്ച വെയിറ്റിൽ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ 92 കിലോ 90 കിലോ ആണ് ഉള്ളത്. അത് എനിക്ക് 82, 80, 80, 82, 85 ഈ ഒരു റേഞ്ചിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഒരു ഏകദേശം 1 മാസം 1.5 മാസത്തിനകത്ത് തീർച്ചയായിട്ടും എത്തിയിരിക്കും. എന്ന് വെച്ചാൽ ഇതങ്ങനെ വളരെ സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ ഒരു ഐഡിയൽ ഒരു BMI അനുസരിച്ചിട്ടുള്ള ഐഡിയൽ പ്രായം ഐഡിയൽ വെയിറ്റ് ആയിട്ടില്ല. ഈ BMI കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾക്ക് അമിതവണ്ണം ഉണ്ട് എന്നുള്ള സങ്കല്പിക്കുക അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷനിൽ എത്തുന്ന BMI വെച്ചിട്ടാണ്. അതെങ്ങനെയാ കാൽക്കുലേഷൻ എന്ന് പറയാമോ? ഇത് ആളുകൾ പലരും വിചാരിക്കുന്നത് അവർക്ക് അമിതവണ്ണം ഇല്ലെന്നുള്ളതാണ്. നമ്മൾ ഈ BMI എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ ഹൈറ്റ് വെയിറ്റ് ഇൻ കിലോഗ്രാം. അതായത് എനിക്കിപ്പോൾ 92 കിലോ ആണെങ്കിൽ 92 കിലോയെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റ് 186 സെൻറ്റിമീറ്റർ, വെയിറ്റ് 92 കിലോ. 92 കിലോയെ 1.86ൻ്റെ സ്ക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 92 ഡിവൈഡഡ് ബൈ 1.86 ഇൻറ്റു 1.86. കറക്റ്റ്. അതായത് 1.86 കൊണ്ട് 2 പ്രാവശ്യം കഴിക്കണം. എന്നാൽ അതിപ്പോൾ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ സംഭവം എങ്ങനെയാണ് നോർമൽ വരേണ്ടത്. നോർമൽ 25 താഴെ നിൽക്കണം. 18 തുടങ്ങി 24.9 വരെയാണ് നോർമൽ. പലപ്പോഴും ഇത് സ്വയം ഒന്ന് കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റുകൾ നോക്കിയതിൻ്റെ തന്നെ ഈ QuickSlim.com തന്നെ അതിൻ്റെ സംവിധാനമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഒന്ന് ശ്രമിച്ച് നോക്കി കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ നമ്മൾ ഓവർ വെയിറ്റ് ആണെന്ന് പലർക്കും തിരിച്ചറിയുള്ളൂ. LICയിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവർ പറയും ഇത് നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഞാൻ ഓവർ വെയിറ്റ് ആണെന്ന് ചോദിക്കും. പക്ഷേ ഇതാണ് സംഭവം. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിലൂടെ ഡോക്ടർ വിനോദ് ബി നായർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ENT സർജനാണ്. പക്ഷേ ഇവിടെ സംസാരിച്ചത് ഒരു വെയിറ്റ് റിഡക്ഷനെ കുറിച്ചാണ്. ഒബിസിറ്റി എങ്ങനെ നിയന്ത്രിക്കാം, ഒബിസിറ്റി എന്തുകൊണ്ടുണ്ടാകുന്നു, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. 100 ദിവസം കൊണ്ട് 32 കിലോ കുറച്ച മനുഷ്യനാണ് എൻ്റെ ഇപ്പുറത്തിരിക്കുന്നത്. അദ്ദേഹത്തെ അനുഭവ സാക്ഷ്യമാണ് അദ്ദേഹം ഇവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പങ്കുവച്ചത്. ഇനിയും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുവെങ്കിൽ www.quickslim.com അല്ലെങ്കിൽ കൈരളി TVയുടെ ഞങ്ങളുടെ ഇമെയിൽ ID ഒക്കെ എഴുതി ചോദിക്കുക. ഞങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്തയാഴ്ച ചിലപ്പം പ്രോഗ്രാമിൻ്റെ സമയത്തിന് ചെറിയൊരു വ്യത്യാസം വന്നേക്കാം. കൈരളി TV തുടർന്ന് കാണുക. നിങ്ങൾക്കറിയാൻ പറ്റും പ്രോഗ്രാമിൻ്റെ സമയം എപ്പോഴാണെന്നുള്ളത്. അടുത്തയാഴ്ച വീണ്ടും കാണാൻ പറ്റിയ വിഷയമായിട്ട് ബൈ.